ഭർത്താവിൻ്റെ ഉപദ്രവത്തെ തുടർന്ന് ഒരു യുവതി ജീവനൊടുക്കി എന്ന വാർത്തയാണ് ഇന്നലെ രാത്രി വൈകി നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ജീവനൊടുക്കിയത്. പക്ഷേ ആ യുവതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മരണത്തിന് മുൻപ് യുവതി സുഹൃത്തിന് അയച്ച സന്ദേശമൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ക്രൂരമായി തന്നെ ഭർത്താവ് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ആ സന്ദേശത്തിൽ പറയുന്നത്. ചവിട്ടിക്കൂട്ടുകയായിരുന്നു, സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ആ പെൺകുട്ടി സുഹൃത്തിന് അയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട്. ആ സന്ദേശം ഇപ്പോൾ കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. ആ സന്ദേശത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ചെയ്യുന്നില്ല എന്നും സുഹൃത്തിനോട് അയച്ച ശബ്ദ സന്ദേശത്തിൽ അതുല്യ പറയുന്നുണ്ട്. അതിനിടെ യുവതിയുടെ അമ്മയുടെ പരാതിയിൽ ഭർത്താവ് സതീഷിനെതിരെ ചവറ തെക്കുംഭാഗം പോലീസ് കൊലപാതക കുറ്റം ചുമത്തി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ സങ്കടകരമായ ഒരു കാര്യം. വലിയ ആഘോഷത്തോടെ കല്യാണം നടത്തി മാസങ്ങൾക്കുള്ളിൽ ആ പെൺകുട്ടിയുടെ മരണമുണ്ടാകുന്നു എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയാണിപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമുക്കിടയിൽ, നമ്മുടെ മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്നത് എന്ന വലിയ ചോദ്യം വീണ്ടും ഉയരുകയാണ്. ആദ്യം ആ പെൺകുട്ടിയുടെ വാക്കുകളിലേക്ക്. ഇന്നലെ നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു. ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് മൂടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ. അതിനാണ് ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ലടി, സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. എത്രമാത്രം സങ്കടത്തോടെയാണ് ആ പെൺകുട്ടി തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ജീവിതവേദനകളെക്കുറിച്ച് തൻ്റെ സുഹൃത്തിന് അയച്ച സന്ദേശത്തിൽ പറയുന്നത്. മരിക്കാൻ പോലും ധൈര്യമില്ല, ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ല എന്ന് പറയുന്ന ആ പെൺകുട്ടി തൂങ്ങി മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുറകിൽ വലിയൊരു ദുരൂഹതയുണ്ട് എന്ന് ഉറപ്പായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ സംശയം തന്നെയാണ് ആ കുടുംബത്തിനുമുള്ളത്. ആ ദൃശ്യങ്ങളിൽ നിങ്ങൾ കണ്ടില്ലേ, സതീഷ് എന്ന് പറയുന്ന ഒരുത്തൻ ആ പെൺകുട്ടിയെ മർദ്ദിക്കാൻ കസേരയെടുത്തുകൊണ്ട് നിൽക്കുന്നത്, കത്തിയുമായി നിൽക്കുന്നത്, ആ കുട്ടിക്കേറ്റ മർദ്ദനമേറ്റ പാടുകൾ ആ കുട്ടി ശരീരത്തിൽ കാണിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം വലിയ ക്രൂരതയാണ് ആ കുട്ടിക്ക് വിവാഹ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നത്. പ്രിയപ്പെട്ട പെൺകുട്ടികളെ, എന്തിനാണ് നിങ്ങളിങ്ങനെ സഹിച്ചു നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രമാണ്. സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇട്ടിട്ട് പോന്നേക്കണമെന്നേ. അങ്ങനെ എടുക്കാനുള്ളൊരു ധൈര്യം വേണം. ഇത് കാലം മാറിയെന്നേ. നിങ്ങളോടൊപ്പം നിൽക്കാൻ ഈ നാടുണ്ട്, ഈ നാട്ടിലെ ഒരുപാട് മനുഷ്യരുണ്ട്. ഏതായാലും രാജ്കുമാർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. രാജ്കുമാർ, ആ കുട്ടിയുടെ വാക്കുകൾ ഏറ്റവും സങ്കടത്തോടെ കേൾക്കുകയായിരുന്നു. അതനുഭവിച്ച വേദനകൾ, വിഷമതകൾ, മർദ്ദനങ്ങളൊക്കെ തൻ്റെ സുഹൃത്തിനോട് തുറന്നു പറയുന്നതിൻ്റെ ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത്. സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു. ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടി തൂങ്ങി മരിച്ചത് എങ്ങനെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൽ ദുരൂഹത സംശയിക്കേണ്ടതില്ലേ രാജ്കുമാർ? ആ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? നിലവിൽ ഇന്നലെ ഈ പിതാവിന് അതായത് ഇന്നലെ പുലർച്ചെ 2:30 ഈ അമ്മയ്ക്ക്, അതായത് അമ്മ തുളസിബായി, അതുല്യയുടെ അമ്മ തുളസിബായിക്ക് ഒരു 10-15 വീഡിയോസും അതുപോലെ ചിത്രങ്ങളും അയച്ചു കൊടുത്തു. ഇയാൾ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ ആ കസേരയുമായി അടിക്കാൻ ഓങ്ങി നിൽക്കുന്നത്, കത്തിയുമായി വന്നിട്ട് പേരയ്ക്ക കട്ടിയാൻ പേരയ്ക്ക എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നത്, ഒപ്പം തന്നെ കവിളത്ത് അടിക്കുന്നതിൻ്റെ വീഡിയോ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടി നമുക്ക് പ്രേക്ഷകരിൽ എത്തിക്കാനാകണം. അത് ഞാൻ ഇന്നലെ നമുക്ക് അങ്ങോട്ട് തന്നിട്ടുള്ളതാണ്. അത് അയച്ചു കൊടുത്തിട്ട് അമ്മയോട് പറയുന്നത്, എൻ്റെ മകൾക്ക് മകളെ ഇത് കാണിക്കണം എന്നുകൂടി അതിനകത്ത് നിർദ്ദേശമുണ്ടായിരുന്നു ആ വാട്സപ്പ് സന്ദേശത്തിൽ. പിന്നീട് ആ യാതൊരു ബന്ധവുമില്ലായിരുന്നു. രാവിലെ ഇത് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. എല്ലാ ദിവസവും രാവിലെ മകൾ പറഞ്ഞോളൂ രാജ്കുമാർ, പറഞ്ഞോളൂ. ഹലോ. എല്ലാ ദിവസവും രാവിലെ ഈ മകൾ അതുല്യയെ വിളിച്ചതിന് ശേഷമാണ് സ്കൂളിൽ പോകാറ്. അങ്ങനെ അതിനുവേണ്ടി ഫോൺ എടുത്തപ്പോഴാണ് ഇത് കാണുന്നത്. ഉടൻ തന്നെ ഈ അഖില, അതായത് അതുല്യയുടെ സഹോദരി അഖിലയും ഷാർജയിൽ തന്നെയാണ് താമസം. അത് 1 കിലോമീറ്റർ മാറിയാണ് അവരും മറ്റൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അഖിലയ്ക്ക് ഈ വീഡിയോസ് എല്ലാം ഈ അമ്മ തുളസിബായി അയച്ചു കൊടുത്തിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു. അഖില
ഈ അതുല്യയുടെ ഫ്ലാറ്റിലെത്തി അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ മരിച്ചു എന്നുള്ള വിവരം അറിയുന്നതും തൂങ്ങി മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത്. ഇത് പോലീസ്, ഷാർജ പോലീസ് എത്തി ഈ ബോഡി കൊണ്ടുപോയി അവിടെ അങ്ങനെയൊക്കെയുള്ള വിവരങ്ങളാണ് അയാൾ കൈമാറിയത്. ഇതോടെ ഈ കുടുംബം തന്നെ അമ്പരന്ന് പോവുകയായിരുന്നു. കാര്യം തലേന്ന് രാത്രി ഇവരുടെ പിറന്നാളായിരുന്നു. ഈ അതുല്യയുടെ പിറന്നാളായിരുന്നു. ആ പിറന്നാൾ ആഘോഷം അഖിലയുടെ ഫ്ലാറ്റിൽ വെച്ചായിരുന്നു ആഘോഷിച്ചത്. അത് ഇയാൾക്കറിയില്ല. ഈ ഭർത്താവ് സതീഷ് എന്ന് പറയുന്ന ആൾക്ക് അറിയില്ല. അയാൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറുമില്ല, അയാളത് ചോദിക്കാറുമില്ല. ഈ ഭാര്യ ഒരു തരത്തിലും അയാൾ കെയർ ചെയ്യാറില്ല. പീഡനം മദ്യലഹരിയിലായി കഴിഞ്ഞാൽ പിന്നെ അയാൾ മറ്റൊരു വ്യക്തിയാണ്, ഒരു മൃഗമായി എടുത്തോണ്ട് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നല്ലോ.